എന്റെ മാനേജർ ആകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഇയാളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഡിനോ പറയുമ്പോൾ, ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഈ ഒരു അവസരം തന്നതിന് നന്ദിയുണ്ട് എന്ന് പാം തിരിച്ചു പറയും. എന്നിട്ട് അമ്മൂമ്മയുടെ അടുത്തൊക്കെ പറയാനായിട്ട് പോകും. അകത്ത് വന്നിട്ട് അമ്മയടുത്ത് അവൾ തന്നെയാണ് പറയുന്നത്, അമ്മയുടെ ഏജൻസിയിലുള്ള ഡിനോയുടെ മാനേജറായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ പോവുകയാണെന്ന്. ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് വീടും സ്ഥലവും ഒക്കെ വിൽക്കാമെന്നാണ് അപ്പൂപ്പൻ പറയുന്നത്. പക്ഷെ ഇവൾ അതിന് സമ്മതിക്കത്തില്ല. ഞാൻ പാർട്ട് ടൈം ജോബ് ചെയ്യാനായിട്ട് പോവാണ്, ഒരാളുടെ മാനേജറായിട്ടാണ് പോകുന്നത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അമ്മയുടെ ഏജൻസിയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് മാത്രം ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് അവൾ പറയത്തില്ല. ആവുത് പാമിന്റെ അടുത്ത് ചോദിക്കും, നന്നായിട്ട് ആലോചിച്ചിട്ടാണോ തീരുമാനിച്ചിരിക്കുന്നത്, ആദ്യം വർക്ക് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ അല്ലെന്നല്ലേ പറഞ്ഞു ചോദിക്കുമ്പോൾ, കുഴപ്പമില്ല, ആദ്യം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആള് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു എന്ന് പറയും. ദിന രാത്രിയിൽ എവിടെയോ വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് പോകുന്നു, അത് കൊടുത്ത് പൈസ വാങ്ങിക്കുന്നു. അത് കഴിയുമ്പോൾ അവനൊരു ഫോറിൻ പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നു. ആ കുട്ടി ഒരു വെയിട്രസ് ആണ്. അപ്പോൾ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ പെൺകുട്ടിയെ കാണുന്നില്ല, അവൻ്റെ കയ്യിൽ ബ്ലഡ് ആയിട്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് സ്വപ്നം കണ്ട് അവൻ്റെ അത്രയും ഞെട്ടി ഉണരും. ശരിക്കും അവളുടെ ജോലി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ അമ്മയെ മീറ്റ് ചെയ്യും. അപ്പോൾ രാവിലെ കൃത്യസമയത്ത് ദിനോയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത് മുതൽ രാത്രി കിടക്കാൻ പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം എന്നാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. 10 മണിക്ക് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട് ഡിനോയ്ക്ക്. അത് ഞാൻ വിളിച്ചോണ്ട് പോകാനായിട്ട് പാം അവൻ്റെ വീട്ടിലേക്ക് വരും. അവൻ റെഡിയാകാനായിട്ട് അകത്തേക്ക് പോകുമ്പോൾ അവിടെ കുറെ കഴിച്ച ഗുളികയുടെ കുപ്പി കിടക്കുന്ന കാണും. അപ്പോൾ അവൾ അതെന്തൊക്കെയാണെന്നൊക്കെ നോക്കും. അപ്പോൾ ആൻറ്റി ഡിപ്രസൻ്റ് ആണ്, സ്ലീപ്പിംഗ് പിൽസ് ആണ്. അപ്പോൾ അവന് ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് വേറെ എന്തൊക്കെയോ റീസൺ കൊണ്ടാണെന്ന് പാമിന് മനസ്സിലാവും. ഇന്നും ഫോട്ടോഷൂട്ട് ജെസിക്കയുടെ കൂടെയാണ്. എന്തിനാണ് പാമിനെ കൂടെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ പാം എൻ്റെ മാനേജർ ആണെന്ന് ഡിനോ പറയും. ഇത് ജെസിക്കയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവൻ അകത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോകുമ്പോൾ ജെസിക്കയാണെങ്കിൽ, ഞങ്ങൾ ഒരേ ഏജൻസിയിലെ മോഡൽസ് ആണ്, അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളും കൂടി നോക്കേണ്ടി വരും. എന്തായാലും ഇവിടെ വെറുതെ നിൽക്കുകയല്ലേ, എൻ്റെ കാറിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ കപ്പ് മറന്നുപോയി, പോയി എടുത്തുകൊണ്ട് വരാനായിട്ട് പറഞ്ഞ് ഇവളെ പറഞ്ഞു വിടും. ഇവിടെ അവിടെ എല്ലാം നോക്കിയിട്ട് കിട്ടത്തില്ല. തിരിച്ചു വരുന്നുടനെ ഡ്രൈവറുടെ സീറ്റിൻ്റെ താഴെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളെ വീണ്ടും പറഞ്ഞു വിടും. അങ്ങനെ ഇവൾ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും. അപ്പോൾ പുതിയ ഷൂ ആയിരുന്നു, അത് വെച്ചിട്ട് ഇവളുടെ കാലൊക്കെ പൊട്ടും. അവസാനം പാമ്പി കപ്പ് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എനിക്ക് കോഫി വേണം, പിന്നെ അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു നീണ്ട ലിസ്റ്റ് ജെസിക്ക പറയും. ഇത് കേട്ടോണ്ടാണ് ഡിനോ അവിടേക്ക് വരുന്നത്. എൻ്റെ മാനേജറാണ്, ഇയാളുടെ അല്ല. ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു വിടാനായിട്ട് അവൻ പറയും. പക്ഷെ എനിക്ക് കോഫി കിട്ടിയില്ലെങ്കിൽ ഷൂട്ട് മുടങ്ങും, എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ ജെസിക്ക പറയുന്നത് കേൾക്കുമ്പോൾ ഇവൾ ആ മുറിഞ്ഞ കാലും വെച്ചിട്ട് ഇത് വാങ്ങിക്കാനായിട്ട് പോകും. എന്നിട്ട് കാലിൻ്റെ ഷൂസിൻ്റെ ഇടയ്ക്ക് ടിഷ്യൂ ഒക്കെ വെച്ചിട്ടാണ് ഇവർ തിരിച്ച് കയറി വരുന്നത്. പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ കോഫി കുടിക്കാനായിട്ട് മൂടില്ല എന്ന് പറഞ്ഞിട്ട് ഇവളിത് കുടിക്കാതെ പോകും ജെസിക്ക. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഡിനോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഡിനോയുടെ കഴുത്തിൽ മരിയ എന്ന് എഴുതിയ ഒരു മോതിരം ലോക്കറ്റ് ആക്കിയിട്ട് ഒരു മാല കിടപ്പുണ്ട്. അപ്പം ആ പെൺകുട്ടിയെ പറ്റി ഇവൻ അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നൊക്കെ ഏജൻസിയിലെ ആളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പം ഷൂട്ടിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ആ മാല ഊരി പാമിന്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഇവൻ പോകുന്നത്. ഷൂട്ടിങ്ങിന്റെ അവിടെ എന്ത് നടക്കുന്നതെന്നൊന്നും പാം ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഡിനോയുടെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് അവളിലേക്ക് പോകുന്നുണ്ടെന്ന് ജെസിക്കയ്ക്ക് മനസ്സിലാവും. നിങ്ങൾ തമ്മിൽ എന്താണെന്ന് ജെസിക്ക ഡിനോയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അതെന്റെ മാനേജറാണ്, സൂക്ഷിച്ച് സംസാരിക്കണം എന്നവൻ തിരിച്ചു പറയും. പക്ഷെ നിന്റെ മുഖത്തൊന്നും കണ്ണൊന്നും എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. നിനക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ അത് വർക്ക്ഔട്ട് ആവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ജെസിക്ക അവിടുന്ന് പോകുന്നത്. ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു ഫോറിൻ പെൺകുട്ടി താഴേക്ക് പോകുന്നത് ഡിനോ കാണും. അവളെ കണ്ട ഉടനെ തന്നെ അതിന്റെ പുറകെ ഇവൻ ഓടും. ആ കുട്ടി കാറിൽ കയറി തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ ഇവൻ ഉദ്ദേശിച്ച ആളല്ല എന്ന് ഡിനോയ്ക്ക് മനസ്സിലാവും. പക്ഷെ അവൻ അങ്ങനെ തന്നെ റോഡിന്റെ നടുക്ക് നിൽക്കും. വണ്ടിയൊക്കെ വരുന്നുണ്ട്, അവനടുത്ത് മാറുന്നില്ല എന്ന് കാണുമ്പോൾ പാം ഓടി വന്നിട്ട് ഇവനെ പിടിച്ചു മാറ്റിയിട്ട് വഴക്ക് പറയും. അവളുടെ കാൽ മുഴുവൻ മുറിഞ്ഞിരിക്കുകയാണെന്നൊക്കെ അവൾ മറന്നു പോകും. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആളല്ലായിരുന്നു അതെന്ന് ഇവൻ തിരിച്ചു പറയുമ്പോഴത്തേനും കാലെന്നോ ഒത്തിരി ചോരയൊക്കെ വന്നിട്ട് ഇവളവിടെ ഇങ്ങനെ താഴെ വീഴാനായിട്ട് പോകും. ഇവനാണ് പാമ്പിനെ എടുത്തുകൊണ്ട് തിരിച്ച് ക്രോസ് ചെയ്ത് വരുന്നത്. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്നോട് പറയണം, ഇത്രയും മുറിഞ്ഞിട്ടുണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ ഷൂ ഊരി കൊടുക്കും. തിരിച്ച് പാം വീട്ടിൽ വരുമ്പോൾ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്തേക്ക് പോയേക്കുവാണ് ഹോസ്പിറ്റലിൽ. അപ്പം വാങ്ങിക്കാനായിട്ട് ഒരു ലിസ്റ്റ് സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിക്കാനായിട്ട് ആവുന്റെ മാർട്ടിലേക്കാണ് അവൾ ചെല്ലുന്നത്. അവിടെ വെച്ചിട്ട് അവൻ ചോദിക്കും, ആ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, ഡിനോയ്ക്ക് ഗേൾ ഫ്രണ്ട്സ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അതിനെപ്പറ്റി ചോദിച്ചില്ല, എനിക്ക് അറിയത്തില്ല എന്ന് പാം തിരിച്ചു പറയും. പക്ഷെ അവനത് ചോദിച്ചു കഴിയുമ്പോഴാണ് അവൾ അതിനെപ്പറ്റി ആലോചിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് ആവൂത് അവളെ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ ബൈക്ക് കേടായിരിക്കും. അങ്ങനെ അവൾ ഒറ്റയ്ക്കാണ് വീട്ടിലേക്ക് നടന്നു പോകുന്നത്. കുറച്ചു ദൂരം നടന്നു കഴിയുമ്പോഴത്തേക്കിനും രണ്ടാൾക്കാർ അവിടെ നിന്നിട്ട് അവളുടെ പുറകെ ചെന്ന് ശല്യപ്പെടുത്താനായിട്ട് നോക്കും. കറക്റ്റ് സമയത്ത്
ഡിനോ അവിടെ വന്ന് അവരെ ഓടിച്ചു വിടും. ഇവനെ ഇടിച്ചു കഴിയുമ്പോഴത്തേക്കും അവന്റെ കയ്യിലെല്ലാം ബ്ലഡ് ആവും. ബ്ലഡ് കണ്ടു കഴിയുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് പാനിക് ആവും. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ പാം ചെന്നിട്ട് അവനെ ആശ്വസിപ്പിക്കും. ഡിനോ ആണെങ്കിൽ അവന്റെ നെക്ലസ് അന്വേഷിച്ചാണ് വരുന്നത്. അത് ഇവള് തിരിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ അവള് ഓർക്കുന്നുണ്ടേ മാട്ടിൽ വെച്ച് പൈസ കൊടുക്കാൻ നേരത്ത് ഇവളത് പോക്കറ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പോക്കറ്റിൽ നിന്ന് താഴെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തിരിച്ചു പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറയും. ഈ സമയത്ത് ആവൂതാണെങ്കിൽ ഇവളെ അന്വേഷിച്ച് ഇവിടെ കൂടെ വരുന്നുണ്ടായിരുന്നു. വഴിക്ക് വെച്ച് മാർട്ടിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ തറയിൽ കിടക്കുന്ന കാണും. അവിടുത്തെ ബില്ല് കിടക്കുന്ന കാണും. അത് കാണുമ്പോൾ ഇവൻ പാനിക് ആവും. ഇതേ കറക്റ്റ് സമയത്താണ് ഇവർ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ ഈ സംസാരിക്കുന്നത് കേട്ടോണ്ടാണ് അവൻ അവിടേക്ക് വരുന്നത്. അപ്പൊ ഈ നെക്ലസും അവന്റെ കയ്യിലുണ്ട്. ഇതിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ അത് കൊടുക്കും. ഔദ് വിചാരിച്ചത് അത് പാവന്റെ ആണെന്നാണ്. പക്ഷെ എന്നെ നോക്കാൻ ഏൽപ്പിച്ചതാണ്, അത് ഡിനോയുടെ ആണെന്ന് പറഞ്ഞിട്ട് ഇവള് പറയുമ്പോഴത്തേക്കിനും അവൻ അത് പിടിച്ചു വാങ്ങിക്കും. എന്നിട്ട് കാലിലെ മുറിവൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. രണ്ടുപേർക്കും ഔദിനും ഡിനോയ്ക്കും പരസ്പരം കാണുമ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഔദ് ചോദിക്കും എന്താണ് വഴി വെച്ച് സംഭവിച്ചതെന്ന്. അപ്പൊ അവള് കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ അവളെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടാണ് അവൻ പോകുന്നത്. വീട്ടിൽ ചെന്ന് കഴിയുന്ന തന്നെ ആ നെക്ലേസ് ആരുടേതായിരിക്കാം, അവൻ എന്തിനാണ് മരിയാന്ന് വിളിച്ചുകൊണ്ട് ഓടിയത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പാം. ഡിനോ രാവിലെ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന സമയത്ത് തന്നെയാണ് പാമിന്റെ കോള് വരുന്നത്, എഴുന്നേറ്റോ എന്ന് ചോദിച്ചിട്ട്. ഡിനോ റെഡിയാവാൻ പോകുമ്പോൾ നെക്ലസ് അവിടെ ഊരി വെച്ചേക്കുന്നത് അവൾ കാണും. അപ്പൊ ആ മോതിരത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാനുള്ള ക്യൂരിയോസിറ്റി കാരണം പോയി നോക്കുന്നുണ്ട്. മരിയ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഗേൾ ഫ്രണ്ട് ആയിരിക്കും എന്ന് ഇവൾ ഊഹിക്കും. എന്നിട്ട് നോക്കുമ്പോൾ അവിടെ ആർക്കോ ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്ന് നോക്കണമെന്നുണ്ട്. പക്ഷെ അന്നേരത്തേക്ക് ഡിനോ വരും. ഡിനോ വന്നിട്ട് ആ കവർ എടുത്ത് അവക്കാണ് കൊടുക്കുന്നത്. അപ്പൊ അതിലെ പുതിയൊരു പെയർ ഷൂസ് ആയിരുന്നു. കാലൊക്കെ പൊട്ടിയിരിക്കുകയായിരുന്നല്ലോ തലേ ദിവസം. അപ്പൊ അത് എക്സ്പെൻസീവ് ആണെന്ന് കണ്ടിട്ട് അവൾ വാങ്ങിക്കാനായിട്ട് മടിക്കും. പക്ഷെ അവൻ നിർബന്ധിച്ച് അവൾക്ക് അത് കൊടുക്കും. അന്നേരമാണ് പാമ്പിന് അമ്മയുടെ കോള് വരുന്നത്. അന്നത്തെ ഷൂട്ട് ക്യാൻസൽ ചെയ്തു, എത്രയും പെട്ടെന്ന് ഓഫീസിൽ വന്ന് എന്നെ കാണാനായിട്ട് പറയും. അവള് ചെല്ലുന്നുണ്ട്. ഇവിടെ ആകെ ബഹളമായിട്ടിരിക്കുകയാണ്. ഇവളെ തലേദിവസം ഡിനോ എടുത്തോണ്ട് ക്രോസ് ചെയ്യുന്നത് പോസ്റ്റ് ചെയ്തേക്കാണ് ആരോ ഓൺലൈനിൽ. അപ്പൊ അതിന് ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിൽ ഇവർക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ റൈവലായിട്ടുള്ള കമ്പനിയിൽ നിന്ന് ആരോ ചെയ്തതാണിത്. ഇവനൊരു ഷൂട്ടിങ്ങിൽ നിൽക്കുമായിരുന്നല്ലോ, അവിടുന്നാണല്ലോ മിസ് ദായുടെ അഡ്വർടൈസ്മെന്റിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് വിളിച്ചോണ്ട് വന്നത്. അപ്പം അവരുമായിട്ട് പ്രശ്നമായിട്ട് അവിടുത്തെ ഒരാൾ ചെയ്തതാണിത്. നീ കാരണമാണ് ഇത് സംഭവിച്ചത്, എന്റെ കമ്പനിക്കാണ് നഷ്ടം സംഭവിക്കുന്നത്, ഞാൻ എന്തിനാണ് ഇതൊക്കെ സഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇവളെ വഴക്ക് പറയും. അപ്പൊ അവക്ക് അങ്ങ് സങ്കടം വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന തന്നെ ഡിനോ ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുകയാണ്. പക്ഷെ എന്താണെന്ന് അവന് മനസ്സിലാകുന്നില്ല. വന്ന് ചോദിക്കും എന്താ അമ്മ പറഞ്ഞത്, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമെങ്കിലും ഇവൾ എന്താണെന്ന് പറയാതെ മിണ്ടാതെ പോവുകയാണ്. അപ്പൊ ഇവൻ എന്താണെന്ന് അറിയാനായിട്ട് പാമ്പിന്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും പാമ്പിന്റെ അമ്മയ്ക്ക് ഈ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞിട്ട് മിസ് ദായുടെ കോള് വരും. അത് അവർ കട്ട് ചെയ്യുന്ന സമയത്താണ് ഇവൻ ചെല്ലുന്നത്. അപ്പൊ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ടെ മിസ് ദാ ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് കണക്ഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഒറ്റ കണ്ടീഷനിലാണ് പറഞ്ഞത്, ഡിനോ അവളുടെ കൂടെ ഡിന്നറിന് ചെല്ലണം. അപ്പൊ ഡിനോ പറഞ്ഞു എനിക്കറിയാം അവരുദ്ദേശിക്കുന്ന ഡിന്നർ മാത്രമല്ല വേറെ പലതുമാണ്, എന്നെ കൊണ്ട് അതിന് പറ്റത്തില്ല, ഇത് നിങ്ങൾ വരുത്തി വെച്ച കാര്യമാണ്, അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. കരഞ്ഞോണ്ടിരിക്കുന്ന പാമ്പനെയാണെന്ന് ചെല്ലുമ്പോൾ കാണുന്നത്. അപ്പം കുറച്ച് കഴിയുന്നുണ്ട് അവളെ വിളിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോകും അവളുടെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട്. അതെല്ലാം കഴിയുമ്പോൾ അവൾ ഇങ്ങനെ ഡിനോയുടെ അടുത്ത് പറയും ചെറുതിലെ അമ്മ ഇങ്ങനെ ഉപേക്ഷിച്ച് പോയതാണ്, അതുകൊണ്ട് തന്നെ അമ്മ അവളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് വരെ അവൾ സംശയിച്ചിട്ടുണ്ട്. ഇതും കൂടെ ആയപ്പോൾ എനിക്ക് മതിയായി, ഞാനിത് തെറ്റായ തീരുമാനമാണ് എടുത്തത്, ഒരു കാരണവശാലും ഗ്രാൻഡ് ഫാദർ പറഞ്ഞത് ഞാൻ കേൾക്കാതിരിക്കരുതായിരുന്നു, എന്നോട് ആദ്യമേ പറഞ്ഞാണ് അമ്മയുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് പോകരുതെന്ന്. ചെറുതായിരുന്നപ്പോഴും അതുപോലെ തന്നെയായിരുന്നു, പല കാര്യങ്ങളും ചെയ്യാനായിട്ട് എന്നെ സമ്മതിച്ചില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് പേടിയുള്ളതുകൊണ്ടായിരിക്കാം അപ്പൂപ്പൻ അതിനൊന്നും സമ്മതിക്കാഞ്ഞതെന്ന്. പക്ഷെ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേദനിക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നതെന്ന് ഞാൻ തിരിച്ചറിയാനായിട്ട് എനിക്ക് പറ്റി, ഇതും അതുപോലെ തന്നെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സങ്കടപ്പെടുമ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ടാണല്ലോ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയതെന്നാണ് ഡിനോ തിരിച്ചു പറയുന്നത്. വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഡിനോ വീണ്ടും പാമ്പിനെ വിളിക്കും. അവളുടെ സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്തല്ലോ, അതിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഇവരെ വിളിച്ചിട്ട് പറയുന്നത് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് ഫേമസ് ആകാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ആകുമ്പോൾ ഞാൻ ഫേമസ് ആയി കഴിയുമ്പോൾ ഞാൻ ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ആള് എന്നെ തേടി വരും എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളതെന്ന് പറയും. അപ്പൊ ഇവള് ചോദിക്കും അത് മറിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. അപ്പൊ ഇവള് ഗേൾ ഫ്രണ്ട് ആണെന്നാണല്ലോ ഊഹിച്ചേക്കുന്നത്. അപ്പൊ ഈ മറിയയെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും അതെന്റെ മൂത്ത ചേച്ചിയാണ്, ഞാൻ വരുന്നതിന് മുമ്പേ തായ്ലൻഡിലേക്ക് US നിന്ന് വന്നതാണ്, എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, അതിന് വേണ്ടിയിട്ടാണ് അന്വേഷിക്കുന്നതെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവും, ഗേൾ ഫ്രണ്ട് ഇല്ലല്ലോ എന്നുള്ള സന്തോഷമാണ്. അത് അവനും മനസ്സിലാവും. ഇവർ ഫോണൊക്കെ വെച്ച് മണിക്കൂറുകളോളം പിന്നീട് സംസാരിക്കും.
ഫോണൊക്കെ വെച്ച് കഴിയുമ്പോൾ പക്ഷേ ദിനു ആണെങ്കിൽ മിസ് ദായിക്ക് ഡിന്നറിന് റെഡി ആണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും.